എനിക്ക് എന്നിൽ തന്നെ ഒത്തിരി കുറവുകളുണ്ട്. ഇപ്പോഴും വീട് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ജോലിയും വീടും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ എനിക്ക് ഒത്തിരി അതിലൊക്കെ എനിക്ക് ഒത്തിരി വീഴ്ചയുണ്ട്. പക്ഷേ അവിടെയും ഈശോ എന്ന് പറയുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമാണ്. നമ്മുടെ വീട്ടില് ഉണ്ണീശോയ്ക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം നമ്മൾ അറിഞ്ഞുണ്ടാക്കണം. അതായത് ഉണ്ണീശോ എന്നാണ് ഈശോ, വചനം ഓടി നടക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ഉറക്കെ 1 Peter 3:15 ഇൻ യുവർ ഹാർട്ട് സാങ്ക്ടിഫൈ ക്രൈസ്റ്റ് ആസ് ലോർഡ്. അത് ഞാൻ ഇങ്ങനെ പാടി ഉറക്കെ ഇങ്ങനെ പാടും. കുറേ പ്രാവശ്യം ഞാൻ ഇങ്ങനെ പാടും. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മോനും എന്റെ കൂടെ പാടാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ വാക്കുകൾ ക്ലിയർ ആയില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ പാടി അവനത് ബൈ ഹാർട്ടായി. ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എന്റെ മനസ്സിൽ വചനം ഇല്ലെങ്കിലും കുഞ്ഞിന്റെ വായിന്ന് വന്ന വചനം എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിൽ ചാരി നിന്നുകൊണ്ട് നമുക്ക് എനിക്ക് ഈ അവസരം തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എന്റെ പേര് സോണിയ. ഞാൻ വളർന്നതൊക്കെ കോഴിക്കോടാണ്, മുക്കത്താണ് എന്റെ വീട്. കൊറോണയുടെ ലോക്ക്ഡൌണിന് ശേഷം എന്റെ കല്യാണം കഴിഞ്ഞു. നേഴ്സാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ UK പോന്നു. അപ്പൊ ഇപ്പൊ ഞാൻ UK ലാണുള്ളത്. ഇവിടെ വന്ന ഒരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് ജോയിൻ ചെയ്ത ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് ആദ്യത്തെ കുഞ്ഞുവാവയുണ്ടായി. പിന്നെ ആ വാവയ്ക്ക് ഒരു 2.25 വയസ്സായപ്പോഴേക്കും അടുത്ത വാവയെ കൺസീവ് ചെയ്തു, രണ്ടാമത്തെ വാവേനെ. അവള് രണ്ടാമത്തെ കുഞ്ഞുവാവ 2024 ഏപ്രിലുണ്ടായി. പിന്നെ ഒരു മൂന്നാമതൊരു വാവേനെ കൂടെ കൺസീവ് ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ. പക്ഷെ വാവ മിസ്കാരേജ് ആയിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ 3 വാവകളാണുള്ളത്. ഈ ഒരു ജേർണിയിൽ ഈശോ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. എന്നെക്കാൾ ഒത്തിരി നന്നായിട്ട് ഈശോയുടെ കൂടെ നടക്കുന്നതും ഈശോ ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിട്ടുള്ള അമ്മമാരാണ്. പക്ഷെ ഈശോ എനിക്ക് ഇന്ന് അവസരം തന്നതിന് ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഞാന് വചനത്തിലൂടെ ഈശോ എന്റെ ഈ ഒരു മെറ്റേണിറ്റി, ഈ ഒരു മദർഹുഡിൽ ഈശോ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഒരു അമ്മയായി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു, ഞാൻ ഇതുവരെ ഒരു നല്ല മകളായി തീർന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല മകളാവാനായിട്ട്, നല്ല ഭാര്യയാവാൻ വളരെയധികം ഒത്തിരി ക്ലോസ് ഉണ്ട് എനിക്ക്. എന്നാൽ അതിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു നല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരിക്കലും ഒരു നല്ല ആളാവാത്ത ഞാൻ എങ്ങനെ പുതിയൊരു ജനറേഷനെ മോൾഡ് ചെയ്യും, എങ്ങനെ ഒരു പുതിയ ഇനി വരുന്ന തലമുറയാണല്ലോ എന്റെ മക്കളെന്ന് പറയുന്നത്. അപ്പൊ ഈ മക്കളെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വരും എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ സങ്കടം. എന്റെ കൺഫ്യൂഷൻ ആയിരുന്നു, പേടിയായിരുന്നു, ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പൊ ഈശോ എനിക്ക് വചനത്തിലൂടെ തന്നൊരു മറുപടിയാണ് 1 തിമോത്തി 1:12 നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്നെ വിശ്വസ്തനായി കണക്കാക്കി. അതായത് ഈശോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഈശോ എന്നെ വിശ്വസ്തയായി കണക്കാക്കിയിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. ദൈവം ഓൾറെഡി എന്നെ വിശ്വസ്തയായിട്ട് കണക്കാക്കി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതിൽ ഞാൻ എന്നെ തന്നെ ഡൗട്ടായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളത് ഈശോ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഈശോ എനിക്ക് എന്നിൽ തന്നെ ഒത്തിരി കുറവുകളുണ്ട്. ഇപ്പോഴും വീട് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ജോലിയും വീടും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ എനിക്ക് ഒത്തിരി അതിലൊക്കെ എനിക്ക് ഒത്തിരി വീഴ്ചയുണ്ട്. പക്ഷേ അവിടെയും ഈശോ എന്നോട് പറയുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമാണ്. അതുപോലെ തന്നെ ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നതാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമാണ്. ബാക്കിയുള്ളവര്, നമ്മുടെ ഹസ്ബൻഡോ അല്ലെ ഇൻലോസോ അല്ലെ നമ്മുടെ പേരൻസോ നമ്മുടെ മക്കളോ, അതായത് എത്രത്തോളം നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മളെ രൂപപ്പെടുത്തിയ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവം നമ്മളോട് പറയണം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമാണ്. നിന്നെ വിശ്വസ്തനായി കണക്കാക്കിയാണ് നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്റെ ഈ ഒരു വീട്ടിലേക്ക്, ഈ ഒരു തറവാട്ടിലേക്ക് നിന്നെ വിട്ടിരിക്കുന്നത്. നീ അവിടെ ഉണ്ടാവേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിനക്കിത് പറ്റും എന്നുള്ളത്. ശോഭ ചേച്ചി പ്രാർത്ഥിച്ച പോലെ നിനക്കെന്റെ കൃപ മതി, എന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്ന ഈശോ നമ്മളോട് ഇങ്ങനെ വീണ്ടും പറയാണ്. അപ്പൊ ഈ കുറച്ച് വചനങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തിയത്. ഓരോ ദിവസവും വീഴുന്നുണ്ട്, പക്ഷെ ഓരോ ദിവസത്തെ വീഴ്ചയിലും അടുത്ത ദിവസം വീണ്ടും ഈശോയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പൊങ്ങി വരാനായിട്ട് ഈശോയുടെ വചനങ്ങൾ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വചനങ്ങളായിരുന്നു. അതിൽ 2 ഇത് ഏറ്റവും വലുത്. അതായത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമാണ്. പിന്നെ ഈശോ എന്നെ ബോധ്യപ്പെടുത്തിയൊരു കാര്യമാണ്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധി ആശ്രയിക്കുകയും അരുത്. അത് സുഭാഷിതങ്ങൾ 3:5 കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. എന്റെ ബുദ്ധിയിൽ, എന്റെ ചിന്തകളിലൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അധികവും നുണയായിരിക്കും. പിശാച് നമ്മളിൽ ഇൻജക്ട് ചെയ്യുന്ന ഒത്തിരി നുണകളായിരിക്കും നമ്മുടെ ബുദ്ധിയിലേക്ക് വരിക. അപ്പോഴൊക്കെ ഈശോ വചനത്തിലൂടെ പറയാണ്, സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക.
സ്വന്തം ബുദ്ധി അതുപോലെ തന്നെ പ്രഭാഷകനാണെന്ന് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ സുരക്ഷിതൻ അത്രേ. നമ്മളോട് മനുഷ്യർ പറയുന്നതും നമ്മൾ തന്നെ നമ്മളോട് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത് ശരിക്കും ഒരു കെണിയാണ്. അത് ഞാൻ പലപ്പോഴും അതിങ്ങനെ ആ ഒരു വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതും മറ്റുള്ളവർ ഇപ്പം ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് പറയുന്ന എന്റെ കുറവുകളും അതിങ്ങനെ റെഗുലറായിട്ട് കേട്ടോണ്ടിരിക്കുമ്പം ചിലപ്പോ എന്റെ ജീവിതത്തില് ഞാൻ വിചാരിക്കും, ഓ ഇങ്ങനെയാണ് ഞാൻ, എന്നെ കൊണ്ട് ഇതൊന്നും ശരിയാക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു കെണിയാ, നമ്മളെ സാത്താൻ പിടിച്ചിടുന്ന ഒരു കെണിയാ അത്. പക്ഷെ അവിടെയൊക്കെ ഈശോ പറയാണ്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത്. ഈശോയുടെ കയ്യിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് നമ്മളോട് പറയുന്നത്, ഇതെല്ലാം എന്റെ കൈപ്പിടിയിലാണ്, ഞാനാണ് ഇതെല്ലാം കൊണ്ടു നടത്തുന്നതെന്ന്. നമുക്കതില് ഈശോയ്ക്ക് നിന്ന് കൊടുക്കാനുള്ള ഒരു റോള് മാത്രമേ ഉള്ളൂ. അവിടെയല്ല ഈശോ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നോട് പ്രത്യേകിച്ച് ഈശോ പറയുന്നത്, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ള എല്ലാം ഈശോ തരും. അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ഈ വചനത്തെ കുറച്ചും കൂടെ സ്നേഹിക്കുമ്പോൾ ഈശോ ഇങ്ങനെ വചനത്തിലൂടെ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും. ഒരു ദിവസം എനിക്കിങ്ങനെ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നേ. അപ്പൊ ഈശോ ആയിട്ട് കൃപ തന്നതുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റി. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വിങ്ങി നിൽക്കുക, എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈശോയുടെ അടുത്ത് നിന്നിട്ട് എനിക്ക് കണ്ണീരൊക്കെ വന്നപ്പോ ഈശോ അന്നേരം വചനം തുറക്കാനുള്ള ഒരു പ്രചോദനം തന്നു. അപ്പൊ വചനം തുറന്നപ്പോ ഈശോ എനിക്ക് ഹോസിയ പ്രവചന പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യാണ് ഈശോ അതിനകത്ത് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ആ വചനം കാണുന്നതെന്ന്. നിന്നെ സംരക്ഷിക്കുന്നതും നിനക്ക് ഉത്തരം അറിയുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്, നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. അപ്പൊ ആ വചനത്തിലൂടെ ഈശോയോട് പറയാ, നീ വേറെ ആരും പറയുന്നത് കേട്ട് നീ ടെൻഷൻ അടിക്കണ്ട, നീ വേറെ ഇടത്തും പോവും വേണ്ട, എന്റെ അടുത്ത് വന്നാൽ മതി, നിത്യഹരിതമാണ്, എപ്പോഴും എവർ ലിവിങ് എവർ ഗ്രീൻ ആണ് ഈശോ. ആ നിനക്ക് കിട്ടേണ്ട ഉത്തരം നിന്നെ സംരക്ഷിക്കുന്നു, ഞാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കും എന്നുള്ളത് ഈശോ വചനത്തിലൂടെ എന്നോടിങ്ങനെ കുറച്ചുകൂടെ വചനത്തോട് അടുക്കാനായിട്ട് ആ ഒരു ഇൻസിഡന്റ് എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാനിങ്ങനെ വചനത്തെക്കുറിച്ച് ഞാൻ ജീസ്യൂത്താണ്, അപ്പം അതിനകത്ത് ഇങ്ങനെ വചനത്തെക്കുറിച്ച് ഒരു ദിവസം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം യോഹന്നാൻ 1:1 പറയുന്നയാ. അപ്പം വചനം ഈസ് ഈക്വൽ ടു ഈശോ. അപ്പൊ നമ്മുടെ ബൈബിൾ ഈസ് ഈക്വൽ ടു ഈശോ. അപ്പൊ നമ്മൾ ഈശോയെ എങ്ങനെ, വിശുദ്ധ കുർബാനയെ എങ്ങനെ നമ്മൾ ആദരിക്കുന്നു, അതുപോലെ തന്നെ വചനത്തെയും ബൈബിളിനെയും നമ്മൾ ആദരിക്കണം. ഈശോയുടെ പ്രസൻസ് ഈ വചനത്തില് വിശുദ്ധ കുർബാനയിൽ എന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് അന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്. അപ്പൊ അന്ന് തൊട്ട് ഞാനിങ്ങനെ ഈ ബൈബിളിന്റെ ഒക്കെ മുകളിൽ വേറെ ഒന്നും വെക്കാതെ, അത് കാണുമ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം. അപ്പൊ ഞാനിങ്ങനെ ബൈബിളിന്റെ മുകളിലൊന്നും വെക്കാതെ ബൈബിളിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ അങ്ങനെ ശ്രമിക്കും. എപ്പോഴും നമുക്ക് പറ്റണമെന്നില്ല. അതുപോലെ നമ്മുടെ വീട്ടില് ഉണ്ണീശോയ്ക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം നമ്മൾ അറിഞ്ഞുണ്ടാക്കണം. അതായത് ഉണ്ണീശോ എന്ന് പറഞ്ഞാൽ ഈശോ, വചനം ഓടി നടക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും പറ്റുന്നില്ല. ചിലപ്പം ഹസ്ബൻഡിന് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലില്ലാത്ത സമയം, അല്ലെങ്കിൽ മക്കളുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ടാവുമല്ലോ. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഈ റേമ കാർഡ്സ് ഇല്ലേ, അത് വന്നപ്പോ തൊട്ടാണ്, അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വചനത്തെ പഠിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാനതിന് കണ്ടെത്തി 1-2 മാർഗങ്ങൾ. ഒന്ന്, ഇങ്ങനെ പാട്ട് പോലെ പാടുക എന്നുള്ളത്, വചനങ്ങൾ. അപ്പൊ പിള്ളേര് കളിക്കുന്ന സമയത്ത്, എനിക്ക് 2 ടോഡ്ലേഴ്സ് ആട്ടോ, 2 കുഞ്ഞുങ്ങള്. അപ്പൊ ഇവര് കളിക്കുന്ന സമയത്ത് വചനം പഠിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയാലും ഒരിക്കലും നടക്കില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാല്, ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവർ കളിച്ചോണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഉറക്കെ, അന്ന് ഞാൻ പഠിച്ചത് വചനം 1 Peter 3:15, 1 Petrus 3:15, യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കും. അപ്പൊ അത് ഇംഗ്ലീഷിൽ ഞാൻ റേമക്കാർഡ് എടുത്തപ്പോ എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാനിങ്ങനെ ഉറക്കെ 1 Peter 3:15, ഇൻ യുവർ ഹാർട്ട് സാങ്ക്ടിഫൈ ക്രൈസ്റ്റ് ആസ് ലോർഡ്. അത് ഞാനിങ്ങനെ പാടി ഉറക്കെ ഇങ്ങനെ പാടും. കുറേ പ്രാവശ്യം ഞാനിങ്ങനെ പാടും. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മോനും എന്റെ കൂടെ പാടാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ വാക്കുകൾ ക്ലിയർ ആയില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ പാടി അവനത് ബൈ ഹാർട്ടായി. അപ്പൊ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഞാനിതിങ്ങനെ പാടും. അപ്പൊ വീണ്ടും അവന് ഓർമ്മ കിട്ടും, എനിക്കും ഓർമ്മ കിട്ടും. പിന്നെ ചെയ്തൊരു കാര്യം വെച്ചാൽ, ഇപ്പൊ കുഞ്ഞു മോളുണ്ടല്ലോ, അപ്പൊ ഒരു ദിവസം ഞാൻ എനിക്ക് മറ്റേ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നുള്ളൊരു വചനമായിരുന്നു. അപ്പൊ ഞാനത് വലിയ വചനമാണെന്ന് വിചാരിച്ചു എങ്ങനെ അത് എടുത്തപ്പോ എനിക്ക് കിട്ടിയപ്പോ അത് പറയാം എന്നുള്ളൊരു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയ ആണ്, ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. അങ്ങനെയാണ്. അപ്പൊ ഞാൻ അവർക്ക് ആക്ഷൻ പോലെ കാണിച്ചു കൊടുത്തു. ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു, സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ്,
നോക്ക് ആൻഡ് ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. അപ്പൊ എന്റെ മക്കള് രണ്ടുപേരും കുഞ്ഞുങ്ങള്, ചെറുത് 1.5 വയസ്സേ ഉള്ളൂ. അപ്പൊ അവളും ഇത് കളിക്കാനും കാണാനും ഒക്കെ തുടങ്ങി. അപ്പൊ അതിന്റെ വേറൊരു ഫ്രൂട്ട്, ഞാൻ ഇത് വെറുതെ പഠിപ്പിക്കാതെ രസത്തിന് പഠിപ്പിച്ചു, ഞാനും പഠിച്ചു. അപ്പം എനിക്ക് കിട്ടിയൊരു ഫ്രൂട്ട് എന്താന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാന് ഇങ്ങനെ വചനത്തെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ സ്ട്രെസ് അടിച്ച് നടക്കുന്ന ഏതോ ഒരു സമയത്ത് എന്റെ മോള് ആക്ക് ആക്ക് അവളിങ്ങനെ എപ്പോഴും ഇത് പറഞ്ഞു നടക്കും. അപ്പൊ ഈ ആക്ക് ആക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ബാക്കി ഇങ്ങനെ പറയും അല്ലാത്ത സമയങ്ങളൊക്കെ. അപ്പൊ ഇവള് ഇത് പറഞ്ഞപ്പം എന്റെ മനസ്സിൽ പെട്ടെന്ന് അത് ഞാൻ ഈശോയോടല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എന്റെ മനസ്സിൽ വചനം ഇല്ലെങ്കിലും കുഞ്ഞിന്റെ വായിന്ന് വന്ന വചനം എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പൊ അവളുടെ ആസ്ക് പറയുമ്പോൾ ഞാനത് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും മുഴുവൻ. അങ്ങനെ അപ്പൊ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഈ വചനത്തിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. ഈശോ പറയുന്നുണ്ടല്ലോ, മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, ഭൂമിയിലേക്ക് വന്ന് അതിനെ നനച്ച് അത് ഫലം പുറപ്പെടുവിക്കുന്നു, വിതയ്ക്കാൻ വിത്തും ആഹാരവും നൽകുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വചനവും അതുപോലെ തന്നെ ഫലരഹിതമായി അത് പുറപ്പെടുവില്ല. അത് അപ്പം നമ്മൾ പറയുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഓരോ വചനത്തിനും അതിന് അത്രയും ഫോഴ്സും അത്രയും പവറും ഉണ്ട്. ഹെബ്രായർ 4:12 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും മജ്ജയിലും സന്ധിബദ്ധങ്ങളും തുളഞ്ഞു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പൊ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഡാനിയലച്ചൻ പറയുന്ന പോലെ നമ്മളൊരു എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി നടക്കും, തിരിച്ച് നമ്മൾക്ക് തന്നെ അത് ഹെൽപ്ഫുൾ ആയിട്ട് വരും. അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു ഈ വചനം പഠിപ്പിച്ചതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമ്പം നമുക്ക് തന്നെ ഈശോ ട്യൂണിട്ട് തരും. നമ്മൾ വിചാരിക്കും ആശിഷ് ചേട്ടനും എലീന ചേച്ചിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല. ഈശോ ഈ വചനം നമ്മളൊന്ന് സ്നേഹിക്കാൻ ആഗ്രഹിച്ചാൽ മതി, ഈശോ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് അത് നമുക്ക് കാതോർക്കാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ പിള്ളേരെയൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് ഫോൺ ജസ്റ്റ് ഓൺ ചെയ്തു, വീഡിയോ ഓൺ ചെയ്തു. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണാൻ തുടങ്ങി. കണ്ട് സമയം കുറെ അങ്ങ് പോയി. ഞാൻ ആക്ച്വലി ഈ വർഷം വചനം വായിച്ച് തീർക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹം കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ വായിച്ചു തീരാത്ത ഒത്തിരി സ്പിരിച്വൽ ബുക്സ് ഉണ്ട്, പേഴ്സണൽ പ്രെയർ ചെയ്യാൻ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കിടക്കുമ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ കണ്ട് സമയം ഒത്തിരി അധികം പോയി. ആരും ഇല്ലാത്ത കുറച്ച് സമയമല്ലേ, ഞാൻ എന്നെ തന്നെ മനസ്സിൽ ആദ്യം റിലാക്സ് ചെയ്യിക്കും. അതായത് എനിക്കിപ്പോഴല്ലേ പറ്റത്തുള്ളൂ, ഞാൻ ഇപ്പോഴല്ലേ റിലാക്സ് ചെയ്യുന്നത്, പിള്ളേരാരും ഇല്ലാത്തപ്പോഴല്ലേ എനിക്ക്. അങ്ങനെയൊക്കെ ഈ കാണുന്ന വഴിക്ക് എന്റെ മനസ്സിങ്ങനെ, അപ്പുറത്ത് ഈശോ പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത പരിപാടി ഉണ്ടെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇതിലിങ്ങനെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നു പോയി. കുറച്ചങ്ങ് സമയം പോയി, രാത്രി അധികമായി. അപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്, മറ്റേ പന്നിക്കുട്ടി കിടക്കുന്ന മോന്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ഈശോയെ, എനിക്ക് ശരിക്കും വിഷമമായി. എത്രയും സമയം ഞാൻ കളഞ്ഞു, അതും ഫലരഹിതമായ സമയമാണ് മൊത്തം കളഞ്ഞത്, വേസ്റ്റ്. മക്കളോട് പറയും കാണല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കളഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചു. അപ്പൊ എന്റെ മനസ്സിലൊരാഗ്രഹം, എന്നാ പിന്നെ ഇത്രയും ലേറ്റ് ആയി, എന്നാ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം പുറത്തേക്ക് വന്നു, ഈശോയുടെ കൂടെ എന്നാ കുറച്ച് സമയം എന്നാ ബൈബിള് കെട്ടിപ്പിടിച്ച് ഉറങ്ങാം, ഇന്ന് ഇത്രയും ലേറ്റ് ആയില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് എന്റെ അടുത്ത് കട്ടിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ ഒരാഗ്രഹം, എന്നാ കുറച്ചു നേരം ഒന്ന് ബൈബിൾ വായിക്കാം, എന്തായാലും ഇത്രയും സമയം കളഞ്ഞില്ലേ, എന്നാ കുറച്ച് സമയം ബൈബിൾ വായിക്കാം. അപ്പൊ ഞാൻ കുറച്ച് സമയം ബൈബിൾ വായിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് പ്രേസ് ചെയ്യാൻ ഭയങ്കര ഇൻസ്പിറേഷൻ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പ്രേസ് ചെയ്തു. അപ്പൊ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഉള്ളിന്റെ ഉള്ളില്. അത് കഴിഞ്ഞിട്ട് ഈശോ എനിക്ക് തന്നൊരു വചനമാണ് മിക്ക 7:8. എന്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. അപ്പൊ ഈശോ ഇങ്ങനെ ഫൗസ്റ്റീനമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ ഹൃദയത്തിലെ എന്റെ കരുണയിലെ ഏറ്റവും വലിയ സ്ഥാനം എന്ന്. അപ്പൊ അത് എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്ക് ഈശോയുടെ ഒരു പ്രസൻസ് വന്നപ്പോ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്, അതായത് ഞാൻ പാപത്തിന്റെ കുഴിയിൽ ഈ അശുദ്ധതയിൽ കടന്നിട്ട് അവിടെ ഈശോയോടുള്ള ഒരു ആഗ്രഹം, ഒരു കുഞ്ഞു പൊടി ആഗ്രഹം എന്റെ ആത്മാവിൽ എവിടെയോ ഉണ്ടായിരുന്നത്, ഈശോ അത് അഗ്നിയാക്കി, പരിശുദ്ധാത്മാവ് അഗ്നിയാക്കി അതിനെ ആ ഒരു സമയത്തെ ഒത്തിരി മനോഹരമായിട്ട് എനിക്കത് ഷെയർ ചെയ്യാവുന്ന രീതിയിൽ ഈശോ അതിനെ മനോഹരമായിട്ട് ഫ്രൂട്ട്ഫുൾ ആക്കി. അത് കഴിഞ്ഞപ്പം ഉണ്ടായൊരു വ്യത്യാസം എന്ന് വെച്ചാല്, ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു പ്രസൻസ് വന്നപ്പം എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഭയങ്കര ആഗ്രഹം. അതായത് സ്പിരിച്വൽ കമ്മ്യൂണിന് വേണ്ടിയിട്ട് എനിക്ക് അന്നൊരു ആഗ്രഹം വന്നു. അപ്പം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പിള്ളേരുടെ കൂടെ ഭയങ്കര ബിസി ആയിരുന്നു, അല്ലെ അവർ ഒത്തിരി വഴക്ക് പറഞ്ഞു, അല്ലെ എനിക്ക് അടുക്കളയിൽ അല്ലെ ഹസ്ബൻഡുമായിട്ട്
ജോലി സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ടൈഡപ്പായിട്ട് ഞാൻ ടയേർഡാണ്, എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല, കുരുങ്ങി കിടക്കുവാണെന്ന് പറയുമ്പോഴും ഈശോ നമ്മളോട് പറയാണ്, അപ്പോഴും നിനക്ക് എൻ്റെ അടുത്ത് വരാൻ ഒരു കുഞ്ഞ് ആഗ്രഹം മതി, ഞാൻ റെഡിയാണ്, ഫുൾ ഫ്രൂട്ട്സുമായിട്ട് ഞാൻ റെഡിയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ ഈശോ നമ്മളോട് പറയാണ്, എന്നോട് ഈശോ പറഞ്ഞു, നീ വാ, ഞാൻ ഇവിടെ റെഡിയാണ് നിന്നെ ആശ്വസിപ്പിക്കാൻ, നിനക്ക് വേണ്ട എനർജി തരാനായിട്ട്. നമ്മുടെ അപ്പൻ, നമ്മുടെ ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കപ്പെടേണ്ടത് അതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. നമുക്ക് പോലും അറിയത്തില്ല എന്നെ ഈ നിമിഷം ഞാൻ എങ്ങനെ സ്നേഹിക്കപ്പെടുന്നു. പക്ഷേ കാരണം എൻ്റെ ചുറ്റും ഒരുപാട് നുണകളും ഞാൻ ആഗ്രഹിക്കുന്ന ഇമോഷൻസും എൻ്റെ ഫീലിങ്സും എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പം പക്ഷേ ഈശോയ്ക്ക് അറിയാം എന്നെ ഈ നിമിഷം എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈശോയുടെ അടുത്ത് പോകാനായിട്ട് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം മതി ഈശോയുടെ അടുത്തൊന്ന് പോകാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇടയ്ക്ക് എപ്പോഴും ഈ പറയുന്നതൊന്നും എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയി ഞാൻ അനുഭവിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഒത്തിരി സമയത്ത് ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണ പാറയായിട്ട് ഞാനും നിൽക്കാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുക. അതായത് എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണ്, എൻ്റെ വാക്കുകൾ, ഞാനിങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ പലപ്പോഴും നല്ലത് അല്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ചു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ് വിശുദ്ധ കുരിശിന്റെ അടയാളം മുദ്ര നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഓർക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക, നാവിലും കുരിശ് വരയ്ക്കുക. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വിശുദ്ധ കുരിശിന്, ഈശോയുടെ ശരീരവും രക്തവും ഇരുന്ന ആ കുരിശിന്, നമ്മുടെ രക്ഷയായ കുരിശിന് അത് നിയന്ത്രിക്കാൻ പറ്റും. നമുക്കൊരു വചനമുള്ളൂ, എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ അങ്ങനെ ഒരു വചനം. അപ്പൊ അമ്മ പറഞ്ഞത് തൊട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ കുഞ്ഞുവാവുകളെ കുരിശ് വരയ്ക്കുക. ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ കുരിശ് വരയ്ക്കാൻ. കാരണം എൻ്റെ 2 പിള്ളേരുണ്ടായിട്ടും ഈ കടിക്കുന്ന പല്ല് വന്നു കഴിയുമ്പോൾ പാല് കുടിക്കുമ്പോൾ ഒരു കടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ 2 പേരും എന്നെ അങ്ങനെ കടിച്ച് വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഇവർ ഉണ്ടാവുന്നതിന് മുന്നേ ഞാനത് ഓർക്കുമ്പോൾ കുരിശ് വരയ്ക്കും. എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുമല്ലോ, ഓരോരുത്തർ വേറെ അമ്മമാരും നമ്മളോട് ഷെയർ ചെയ്യും, ഇന്ന പോലെ ചെയ്തു, അല്ലെ ഇന്ന പോലെയാണ്, ഉറങ്ങുന്നില്ല, കരയുന്നു. നമ്മുടെ വയറ്റിലുള്ള വാവുകളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ കുരിശ് വരയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള വാവുകൾ, വലിയ വാവുകളാണെങ്കിലും കുഞ്ഞു വാവുകളാണെങ്കിലും. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഫ്രൂട്ട്സിലൊക്കെ കുരിശ് വരയ്ക്കും. ഫ്രൂട്ട്സ് ഉള്ളിച്ചെല്ലോ. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും അവരറിയാതെ ചിലപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനും കുരിശ് വരയ്ക്കണം എന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണിത്. പക്ഷെ സ്വർഗം അതിനൊക്കെ വലിയ വില തരും. കുഞ്ഞു കുഞ്ഞു കുരിശ് വരച്ച് നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആത്മാക്കളെ നേടാനായിട്ട്. പിന്നെ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കാര്യമാണ്, ഓരോ ആത്മാവും ഓരോ ലോകമാണ്. അതായത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. അവരുടെ ആത്മാവ് കാരണം ദൈവം അവരെ അവരായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളെ നമ്മളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മുടെ ഹസ്ബൻഡിനെ ഹസ്ബൻഡായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, തമ്പുരാന്റെ വെളിച്ചം നമ്മുടെ കണ്ണിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, നമുക്ക് പറ്റും. അപ്പൊ ആ ഒരു ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു വാക്ക് വായിച്ചപ്പം, ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ വായിച്ചപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഓരോ ആത്മാവും, ഇപ്പൊ നമ്മൾ പേഷ്യൻസിനെ കാണുവാണെങ്കിൽ ആ പേഷ്യന്റ് ഒരു ആത്മാവാണ്, ആ ഒരു ആത്മാവിന് ഒരു ലോകമുണ്ട് എന്ന് ചിന്തിക്കാൻ, അവിടെ ഈശോ ആണ് പ്രവർത്തിക്കുന്ന ആ ലോകത്തിൽ. നമുക്കതിൽ വലിയ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് ആണ് ഈശോ എന്നെ അതിലൂടെ ഓർമ്മിപ്പിച്ചത്. പിന്നെ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഈ വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിക്കുകയും പിള്ളേരെ പഠിപ്പിക്കുകയും, നമുക്കിങ്ങനെ എഴുതി വെക്കാമല്ലോ എല്ലായിടത്തും. നമ്മുടെ അടുക്കള നമ്മുടെ സ്വന്തം അല്ലേ. അപ്പൊ അടുക്കളയിൽ ഇങ്ങനെ എഴുതി വെക്കാം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എഴുതി വെക്കാം. എന്നിട്ട് അതിങ്ങനെ പഠിച്ചതിങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ, വചനം തന്നെയാണ് നമ്മുടെ ഫലങ്ങളിൽ ഇങ്ങനെ പറയുന്നല്ലോ, ജ്ഞാനം, ബുദ്ധി, ആലോചന, ഉപവിയാനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, കനിവ്, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പം നമ്മുടെ മക്കളിൽ, നമ്മുടെ ഹസ്ബൻഡില് എല്ലാവരും ഇത് നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പിന്നെ ഒരു കുഞ്ഞു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ സമയം ചേച്ചി ഒരു കുഞ്ഞ് പെട്ടെന്ന്, അതായത് വജ്രം മാംസം ധരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. മോളുടെ വിസ ചെയ്യാനായിട്ട് നാട്ടിലായിരുന്നു ഡെലിവറി. അപ്പോൾ എറണാകുളത്ത് പോകണം. അപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്ത് പോകണം എല്ലാവരുമായിട്ട്. ഞാൻ തന്നെയാണ് പേപ്പർ വർക്ക്സ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വേറൊരാൾ ഒന്ന്
കറക്റ്റ് ചെയ്യാനില്ലായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഈ പോന്നി അന്ന് ഭയങ്കര ടെൻഷനാണ്. കാരണം ഫുൾ ഫാമിലി, അനിയന്മാരും 2 പിള്ളേരെയും ചാച്ചയും അമ്മയൊക്കെ ആയിട്ട് പോവുക. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമായാൽ മൊത്തം എന്റെ തലയിലിരിക്കും. പിന്നെ കൊച്ചിനെ നാട്ടിൽ നിർത്തി തിരിച്ചു വരണം മാത്രമേ പറ്റുള്ളൂ. അന്നേരം പോരുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് കിട്ടിയൊരു വചനമാണ് ഡാനിയേൽ 10:18. മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, ശക്തനും ധീരനുമായിരിക്കുക, നീ ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക. ആ വചനം കിട്ടി. എനിക്ക് അധികമൊന്നും തോന്നിയില്ല, കാണാതെ പഠിച്ചു. പോകുന്ന വഴിക്ക് ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം ഞങ്ങളുടെ GC യൂത്തിലെ ഒരു പഴയ എൽഡർ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. സ്പിരിച്വൽ എൽഡർ ആണ് പുള്ളി. പുള്ളി വന്നു, ജസ്റ്റ് കണ്ടു, പുള്ളി ചിരിച്ചു, വർത്താനൊക്കെ പറഞ്ഞ് എന്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു, കവിളിലൊന്ന് തട്ടി പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. എല്ലാവരോടും മക്കളുടെയും നെറ്റി കുരിശ് വരച്ചു. അത് കഴിഞ്ഞ് ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുവാണ്, എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പേടി, ആ സ്ട്രെസ് എവിടെയോ പോയി. ഈ സാറ് വന്നൊന്ന് കുരിശ് വരച്ചു, ഒന്ന് തട്ടി. അത് ഞാൻ ഈ റിഫ്ലക്ട് ചെയ്യാണ്, ഈ വചനം തിരിച്ച് അവിടെ ചെന്നിട്ട്, എറണാകുളത്ത് ചെന്നിട്ട്, മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പറഞ്ഞു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കും. അതായത് ഈശോ മുന്നേ പറഞ്ഞു തരും നമ്മൾ വചനം വായിക്കുമ്പം. അപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റണമെന്നില്ല. പക്ഷെ വചനത്തിൽ മുറുകെ പിടിക്കുക. വചനം ഈശോയാണ്. മക്കൾക്ക് വചനം കൊടുക്കുക. ആ വചനം നമുക്ക് തിരിച്ചു കിട്ടും. പ്രൈസ് ഗോഡ്.